ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ റാഗിയും വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ഇഫ്താറിനാണെങ്കിൽ എല്ലാം കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്, ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ റാഗി വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ഇത്രയും ടേസ്റ്റിൽ കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാവും കേട്ടോ. അതിനായിട്ട് 1 ടേബിൾ സ്പൂണോളം റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ മുഴുവൻ റാഗി ആണെങ്കിൽ അത് തലേദിവസം കുതിർത്തെടുത്തിട്ട് അതൊന്ന് അരച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പിലും കുറവ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ 1/4 കപ്പിലേക്കാളും കൂടുതലുണ്ട്. അതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. തിളയ്ക്കുന്ന സമയത്ത് ആ റാഗി മിക്സ് ഒഴിച്ചു കൊടുത്ത് റാഗി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് റാഗി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പം നമ്മുടെ റാഗിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അതിൻ്റെ ആ ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റാണ്. അത് കുക്കറിൽ 2 വിസിൽ കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും. എന്നിട്ട് അത് നമുക്ക് ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് 2 ഏലക്കായ അതെന്തായാലും മസ്റ്റായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നീട് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണിയോ അല്ലെങ്കിൽ ഈന്തപ്പഴമോ അല്ലെങ്കിൽ ബനാനയോ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/4 കപ്പ് പാലും ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടും വരാം. ഇപ്പം നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലൂസ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടും വരാം. അപ്പോൾ കുറച്ച് ലൂസിൽ കുടിക്കാനായിരിക്കും ഇത് കുറച്ചും കൂടി ടേസ്റ്റ്. എന്നിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിച്ച് കൊടുക്കാം. അതിലെന്തെങ്കിലും ക്യാരറ്റിൻ്റെയൊക്കെ അടിയാത്തതുണ്ടെങ്കിൽ അത് അരിപ്പയിലൂടെ മാറി കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു ലൂസിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലും ലൂസിൽ വേണ്ടവർക്ക് കുറച്ചും കൂടി പാല് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അവസാനമായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൽ കുതിർത്തെടുത്ത കസ്കസും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്കാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് എന്തായാലും. നോമ്പിനൊക്കെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാം ഒരുപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു, ബൈ.